നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ കയ്യിലെ താലി കിട്ടിക്കഴിഞ്ഞപ്പോ സേതു അതും പിടിച്ചിങ്ങനെ നോക്കണം എല്ലാരും. ഈ സമയത്ത് തിരുമേനി പറഞ്ഞു താലിയും കൂടെ കൊടുത്തു. മുഹൂർത്ത സമയമായെന്ന് പറയാണ്. ഈ സമയം എല്ലാവരുടെയും നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. കാരണം താലി പോകുന്ന ഒരു അപശകനമാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ചങ്കിടിപ്പോട് കൂടിയിട്ടാണ് എല്ലാവരും നോക്കുന്നത്. സേതു ഒട്ടും പഠിച്ചില്ല. ഇന്ദ്രനെ നോക്കി പിന്നീട് ഇന്ദ്രന്റെ കയ്യിലേക്ക് അങ്ങോട്ട് താലി കൊടുക്കുവാണ്. ഇന്ദ്രൻ അത് വാങ്ങി ഋതുവിന്റെ കഴുത്തിൽ കെട്ടുവാണ്. അങ്ങനെ കെട്ടിമേളമൊക്കെ മുറുകി കല്യാണമൊക്കെ അങ്ങനെ നടന്നു. ഈ സമയത്തൊക്കെ പൂർണിമയുടെ അച്ഛൻ്റെ സ്വാതിയുടെ എല്ലാം മുഖം വല്ലാത്തൊരവസ്ഥയെ തന്നെയായിരുന്നു. ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ കാര്യമായിരുന്നല്ലോ ഇന്ദ്രന്റെ ഋതുവിന്റെ വിവാഹം എന്ന് പറഞ്ഞാല്. പിന്നീട് കല്യാണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി നേരെ ശോഭയുടെ അടുത്തേക്ക് വരണം. ശോഭയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതെ അമ്മൻ ഞങ്ങളോടൊപ്പം കാറിലാണോ വരുന്നതെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു അതെ മോളെ ഞാൻ നിങ്ങളോടൊപ്പം വന്നോളാന്ന് പറയണം. അല്ല മോളെ എന്തേലും നമ്മൾ കൊടുക്കണ്ടേന്ന് ചോദിക്കുക. എന്ത്? അല്ല രാജലക്ഷ്മിക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുക്കണ്ടേ? എൻ്റെ അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കാം. എന്തിനാ അമ്മ പൈസ കൊടുക്കണേ? അല്ല മോളെ ഇനിയിപ്പോൾ ഇവിടെ വന്ന് തിന്നിട്ട് പോയെന്ന് അവർ പരാതി പറയില്ലേ, അതുകൊണ്ട് എന്തേലും കൊടുത്തേക്കുവാണ് പിന്നെ കുഴപ്പമില്ലോ എന്ന് പറയണം. ഓഹോ, ഇപ്പം അമ്മ ഞങ്ങൾ വിളിച്ചിട്ട് വന്നാണോ അതോ ഇനിയിപ്പോൾ അവർ വിളിച്ചിട്ട് വന്നാണോ എന്ന് ചോദിക്കണേ. ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു അങ്ങനെയല്ലടി മോളെ. ആ ശരി അമ്മയുടെ ഇഷ്ടം എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ രാജലക്ഷ്മി അടുത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രാജലക്ഷ്മിയും കുറ്റിക്കൽ ബിന്ദുവും സംസാരിച്ചുകൊണ്ടിരിക്കുക. രാജലക്ഷ്മി കുറ്റിക്കൽ ബിന്ദുവിനോട് ചോദിച്ചു ഇപ്പൊ പ്രതാപന്റെ കൂടെ താമസം അല്ലേന്ന് ചോദിക്കുകയാണ്. ബിന്ദു ഒരു നിമിഷം ഒന്ന് ചൂടിപ്പോയി. കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ബിന്ദു പറഞ്ഞു എന്നാലും ദേ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ രാജലക്ഷ്മി അമ്മേനെന്ന് പറയാം. എന്ത്? അല്ല ഒരു മരുമോള് പോയെങ്കിലും അപ്പൊ അതിനേക്കാൾ സുന്ദരിയായിട്ടുള്ള വേറൊരു മരുമോളല്ലേ കിട്ടിയിരിക്കുന്നത്. രാജലക്ഷ്മി അമ്മയുടെ ഭാഗ്യം തന്നെയാന്ന് പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ രാജലക്ഷ്മി ഒരടി അങ്ങോട്ട് പൊങ്ങി. അങ്ങനെ നിൽക്കേണ്ട സമയത്താണ് ശോഭയും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ശോഭ എന്നിട്ട് പറഞ്ഞു രാജലക്ഷ്മി കല്യാണമൊക്കെ അല്ലായിരുന്നോ, അപ്പം ഞങ്ങൾ എന്തെങ്കിലും തരണ്ടെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുക. അല്ല പ്രസന്റ് എന്തേലും? ഓ അങ്ങനെ. ആ പിന്നെ നിങ്ങളുടെ ഓടിപ്പോയൊരു മരുമോള് എൻ്റെ ആദ്യ മരുമോളായിരുന്നല്ലോ. അല്ല നിങ്ങളുടെ ഓടിപ്പോയ മോള് എൻ്റെ ആദ്യ മരുമോളായിരുന്നല്ലോ. പിന്നെ ഒരുത്തിയും കൂടെ ഉണ്ടല്ലോ ഇപ്പൊ വീട്ടില്, നിങ്ങളുടെ ഇളയ മോള്. അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ശോഭ. പിന്നെ ഒരു കവർ അങ്ങോട്ട് നീട്ടുവാണ്. അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്ത് ചെയ്യണ്ട രാജലക്ഷ്മി ആ കവർ അങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് നേരെ മൈക്കിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു എടാ മൈക്കെ ഇത് തുറന്നു നോക്ക്, ഇതിനകത്ത് എന്താ നിധിയെന്ന് അറിയണമല്ലോ എന്നൊക്കെ പറയണം. നാണം കെടുത്താനുള്ള പരിപാടിയാണെന്നുള്ള കാര്യം ശോഭയ്ക്ക് മനസ്സിലായി. പിന്നീട് മൈക്ക് നോക്കിയിട്ട് പറഞ്ഞു 1000 രൂപയുണ്ടെന്ന് പറയണം. 1000 രൂപയുണ്ടോ? ഉയ്യോ ഇത്രയും രൂപ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ചെയ്യാം, ഒരു 2 ഏക്കർ സ്ഥലം മേടിക്കാം, പിന്നെ ഒരു കാറും ഒരു വീടും പണിയാം, ബാക്കിയുള്ള പണം അക്കൗണ്ടിലിടാം. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ശോഭ പറഞ്ഞു കളിയാക്കൊന്നും വേണ്ട രാജലക്ഷ്മി എന്ന് പറയാം. കളിയാക്കുവോ നിങ്ങളെയോ? കൊള്ളാം, നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ 1000 രൂപ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുമോ? അവർ 1000 രൂപ പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു മനുഷ്യന്റെ വില കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് വല്ലാത്ത സങ്കടമായി പോയി ശോഭയ്ക്ക്. പിന്നീട് രാജലക്ഷ്മി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി ശോഭയോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും പോകണ്ടാന്ന്, വെറുതെ എന്തിനാ, ബാ നമുക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും സേതു അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ രണ്ടുപേരും ഇവിടെ മാറി നിൽക്കുന്നേ, ബാ അങ്ങോട്ടേക്ക് വാ, ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും പോയി വരാൻ പറയാണ്. അപ്പോഴേക്കും ശോഭ പറഞ്ഞു ഞാൻ വന്നോളാം, ഇതേ മോള് പോയിക്കോളാൻ പറയണം. അപ്പോഴേക്കും സേതുകൊണ്ട് പറഞ്ഞു സേതുട്ട് അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നോളാം എന്ന് പറയണം. പിന്നീട് ശോഭ പറഞ്ഞു മോളെ നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം. അമ്മ വരാൻ ഞാനില്ലാന്ന് പറയണം. ഈ മോളെ അങ്ങനെ പറയരുത്. അപ്പോഴേക്കും വീണ്ടും സേതു വിളിച്ചു പല്ലവി വരുന്നുണ്ടോന്ന് ചോദിക്കുക. അപ്പോഴേക്കും പല്ലവി എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് പോവാ. ശോഭയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ശോഭ എല്ലാം വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ശോഭ തിരികെ വീട്ടിലേക്ക് വരുവാണ്. ശോഭയുടെ മനസ്സിൽ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ കല്യാണ സമയത്ത് രാജലക്ഷ്മി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ ശോഭയുടെ കാതിൽ മുഴുകുവാണ്. അങ്ങനെ ശോഭ നിൽക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നേ. പല്ലവി കണ്ടത് ശോഭ ചോദിച്ചു നീ ഇതെന്താ ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കണം. ആ ഞാനിങ്ങോട്ട് പോന്നു, ഞാനവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അല്ല നീ സദ്യ ഉണ്ടായിരുന്നോ? എന്തൊക്കെ പായസം ഉണ്ടായിരുന്നു? 3-4 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഞാനും കഴിച്ചില്ല, എനിക്കറിയില്ലായിരുന്നു പറയാം. എന്താ കഴിക്കാത്തെ? എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുക. അമ്മയെ ഇങ്ങടെ അപമാനിച്ചു വിട്ട സ്ഥിതിക്ക് ഞാൻ ഇവിടുന്ന് കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് പോകുന്നതെന്ന് പറയാം. അമ്മയില്ലാതെ പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ അമ്മേ? ഇതേ ശോഭ പറഞ്ഞു മോളെ ഞാൻ അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്കറിയാം, അമ്മ ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത്. സേതുവിൻ്റെ 2-3 ഇലയും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സേതു എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും എന്ത് പരിപാടിയെ കാണിച്ചേ? ഞാൻ അവിടെ ഇവിടെ എല്ലാം പല്ലവിയെ നോക്കി കണ്ടില്ല, വിളിച്ചിട്ടാണ് പല്ലവി ഫോണും എടുത്തില്ലോ എന്ന് പറയണം.
അത് പിന്നെ സേതുവേട്ടാ ഞാൻ ഒന്നും കഴിച്ചില്ലല്ലേ, എനിക്കറിയായിരുന്നു കഴിക്കില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് സദ്യ കൊണ്ടുവന്നേന്ന് പറയണം. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, അത് ഞാൻ പിന്നെ എന്താ പല്ലവി, ഏ പല്ലവിനെ ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ല, എനിക്ക് നല്ല വിഷമമായി ഋതു ഇറങ്ങുന്ന സമയത്ത്, അറിയാലോ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സ് ആകപ്പാട് ഉരുകിയിരിക്കുക. ആ സമയത്ത് പല്ലവിയും കൂടെ അവിടെ ഇല്ലെങ്കിലോ, ഒരു ധൈര്യം എനിക്ക് തരുന്ന പല്ലവിയാണ്. പല്ലവിയും കൂടെ കാണാൻ വന്നപ്പോൾ എനിക്ക് ആകപ്പാട് ഭ്രാന്തായി പോയെന്ന് പറയാണ്. ഉം. പല്ലവിക്ക് അറിയാലോ എൻ്റെ കാര്യം എന്താന്ന്. അവളെ കൈ പിടിച്ച് കൊടുത്തെങ്കിലും എൻ്റെ മനസ്സിലെ വേദന ഇതുവരെയായിട്ട് മാറിയില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാം. അതുപോലെ ഒരു ദുഷ്ടനാണ് അവളെ കൈ പിടിച്ച് കൊടുത്തിരിക്കുന്നത്. എന്ത് സംഭവിക്കാൻ നാളെ, അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷനാണ്. സാരമില്ല സേതുവേട്ട, വിഷമിക്കണ്ടെന്ന് പറയണം. പല്ലവി ഇരിക്കുക, കഴിച്ചില്ലോ എന്ന് പറയണം. പല്ലവി സേതുവേട്ടൻ കഴിച്ചില്ലോ, ഞാൻ കഴിച്ചു. വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാം സേതുവേട്ടൻ കഴിച്ചിട്ടില്ലാന്ന്. ഇങ്ങോട്ട് വാ സേതുവേട്ടാന്ന് പറയണം. അങ്ങനെ 3 നിലയിലെ ചോറ് വിളമ്പി, ചോറും കറികളും ഒക്കെ വിളമ്പി 3 പേരും ശോഭയെ പല്ലവി സേതു ഇരുന്ന് കഴിക്കാൻ തുടങ്ങുക. പക്ഷെ ചോറിനകത്തേക്ക് കൈയിട്ടെങ്കിലും സേതുവിന് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സേതുവിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ പല്ലവിക്ക് സങ്കടമായിപ്പോയി. പല്ലവി സേതുവിന് എന്തിനാ വിഷമിക്കണേ, ഋതുവിന്റെ കാര്യമൊക്കെ നടന്നില്ലേ. ഋതുവിനെ ഞാൻ എങ്ങനെ പറഞ്ഞ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഈ ഒരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഇന്ദ്രനെ കെട്ടിച്ചു കൊടുക്കില്ലായിരുന്നു. ഏതെങ്കിലും ഒരു നല്ല പയ്യനെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിച്ച് അയച്ചാലും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ തലവരെ നമുക്ക് മായ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവളെ തള്ളി വിട്ടത് ഒരു രാക്ഷസക്കൂട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇനിയിപ്പം എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, അതൊക്കെ ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അതൊന്നും ഓർത്തിട്ട് സേതുവേട്ടൻ വിഷമിക്കേണ്ട, ഋതുവിന്റെ സ്വഭാവം അറിയാലോ. അതെനിക്കൊരു ആശ്വാസമുണ്ട്. കാരണം ഋതു പെട്ടെന്ന് മുറിയുണ്ടെന്നാ ആരുടെ മുഖത്ത് നോക്കി എന്നും തുറന്നു പറയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഋതുവിനില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും സേതുവേട്ടൻ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിക്കുക, ആഹാരം കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. അവസാനം സേതു അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഋതുവും ഇന്ദ്രനും എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് രാജലക്ഷ്മി അകത്തേക്ക് ഓടിപ്പോയി ആരതിയും നിലവിളക്കൊക്കെ എടുത്തോണ്ട് വരുവാണ്. പാറുവുണ്ട്. പിന്നീട് അങ്ങോട്ട് വരണ സമയത്ത് രാജലക്ഷ്മി പറഞ്ഞു, ഇതാ മോളെ വിളക്ക് പിടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് വിളക്കം കൂടെ കൊണ്ടേ കൊടുക്കുകയാണ്. ഋതു അവരെയൊക്കെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നീട് ആ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് വിളക്കുമായിട്ട് വലതുകാലം വെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പടിയെ കാല് തട്ടി എണ്ണയും തിരി എല്ലാം കൂടെ താഴേക്ക്. ഒരു നിമിഷം ഋതു ഞെട്ടിപ്പോയി. ചുറ്റും കൂടെ നിന്ന് എല്ലാവരും അന്തം വിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും മൈക്ക് പറഞ്ഞു, അശുഭലക്ഷണമാണല്ലോ കാണുന്നതെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം രാജലക്ഷ്മി പറഞ്ഞു, ദൈവമേ ഇതെന്തൊക്കെയായി സംഭവിക്കാൻ പോകുന്നത്, ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി വിഷമിക്കുക. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ എന്ത്, ഇത്തിരി എണ്ണയും തിരിയും താഴെ പോയെന്നോർത്ത് ഒന്നും സംഭവിക്കാനില്ല. ഇതേ കുറച്ച് എണ്ണയും തിരിയും കൂടെ വേറെ എടുത്തുണ്ടോ മൈക്കെന്ന് പറയാണ്. അങ്ങനെ മൈക്ക് പോയി വേറെ എണ്ണയും തിരി എടുത്തുണ്ടോന്നു അതിട്ട് അങ്ങനെ വീണ്ടും ആ തിരി കത്തിച്ച് അകത്തേക്ക് കയറുവാണ് ഋതുവിന് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴത്തേനുമാണ് അവിടുന്ന് പാട്ട് കേൾക്കണേ. വീട്ടിൽ ഭയങ്കര ആഘോഷമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് പാട്ടും ഡാൻസും മേളവും ഒക്കെയാണ് വീട്ടിൽ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. ആ സമയത്ത് പാറിന്റെ ഫോണിലേക്ക് കോള് വരുന്നുണ്ട്. അത് മറ്റാരും വരുന്നില്ല, ശോഭയായിരുന്നു വിളിച്ചേ. പിന്നീട് ശോഭ വിളിച്ച് വിശേഷം പറയുന്ന സമയത്ത് പറഞ്ഞു, മോളെ പറയാതെ പോന്നു, അപ്പോഴത്തെ സാഹചര്യം കൊണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേട്ട പാറു പറഞ്ഞു, എനിക്കറിയാമേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ആ തള്ളയുടെ സ്വഭാവം അറിയാലോ, അവർക്കിട്ട് ഇതിനുള്ള ഞാൻ പണി എന്താളും കൊടുക്കും, ഈ പാറു ആരാന്ന് അവൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ഇരിക്കുമ്പോഴത്തേനും വിഷം വന്നിട്ട് പറഞ്ഞു, നിന്നെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയണം. ആ തള്ള വിളിച്ചോണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണം, എനിക്കറിയാം അവര് വിളിക്കുന്ന നല്ലതിനൊന്നും ആയിരിക്കില്ല, ഒന്നെങ്കിൽ വല്ല ചായയോ കാപ്പിയോ എന്തേലും വെച്ച് കൊടുക്കാനോ വല്ല ജ്യൂസ് അടിച്ചു കൊടുക്കാനായിരിക്കും, എന്നെ കിട്ടത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കാണ് ഇത് കേട്ടോണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് വരുന്നേ. എടി പിന്നെ നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, കെട്ടില്ല മേടയായിട്ട് കയറ്റി ഇരുത്താനാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം രാജലക്ഷ്മിയോടും പാറു പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എടി പോടി നിന്ന് എന്നെ വിളിക്കേണ്ട കാര്യമില്ല, പിന്നെ നിങ്ങളുടെ വേല ചെയ്യാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ഞാൻ വിശ്വത്തിന് ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം. അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് വരുവാണ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഋതു കേട്ടു. ഋതു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രൻ ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ കണ്ടു അവിടെ ഒച്ചപ്പാടും വേളം. പെട്ടെന്ന് ഇന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പാറിനോടൊക്കെ പറഞ്ഞു, ദേ കല്യാണ വീടാണ്, ഇച്ചിരി ഒച്ച താഴ്ത്തി നിങ്ങൾ സംസാരിക്കുക, അത് മാത്രമല്ല ഇന്ദ്രൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ, മിണ്ടായിരിക്കാൻ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന് ദേഷ്യം വന്നു. അത് നിങ്ങളുടെ അമ്മയോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക, എന്നെ അല്ല പറഞ്ഞ് മനസ്സിലാക്കണ്ടേ, നിങ്ങളുടെ അമ്മയുടെ കയ്യിലിപ്പോൾ ആദ്യം ശരിയാക്കാൻ പറയണം. അപ്പോഴേക്ക് ഇന്ദ്രൻ നിർത്തടി എന്ന് പറഞ്ഞ് അലറുവാണ്. ആ സമയത്ത് ഋതു ഇന്ദ്രനെ നോക്കി പിന്നീട് ജിത്തായി എന്നൊറ്റ വിളിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഞെട്ടലോട് കൂടിയിട്ട് ഋതുവിനെ നോക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ദ്രൻ്റെ എന്തായാലും കഷ്ടകാലമാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ വൈകുന്നേരം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി ഋതുവിനെ കെട്ടിയത് കഷ്ടകാലമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇനി കരഞ്ഞുകൊണ്ടിരിക്കാനോ ഇന്ദ്രന് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങളാണ്. ഋതു എന്തായാലും വെറുതെ വിടാൻ പോലും തന്നെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.